ഓക്കെ എന്താ വിളിക്കുന്നു. ഹലോ 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 പറയൂ ബാബു. ലെഫ്റ്റനന്റ് കേണൽ കമാൻഡർ ബാബു ഹിയർ മലയാളി. നീ ലെഫ്റ്റോ റൈറ്റോ എവിടെ വേണേ നിന്നോ, നീ പക്ഷെ എപ്പോഴും എന്റെ റൈറ്റ് മല്ലിക്കിടെ- ഹാൻഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ മള്ളി എവിടെയുണ്ട്? അവിടെ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നീ എവിടെ ഉണ്ട്? മള്ളി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. നമ്മുടെ മറ്റേ പുതിയ പിള്ളേരെല്ലാം മറ്റേ മുതുക്കിൽ നിന്ന് വള്ളി പിടിക്കണത് പച്ചത്തീട്ടങ്ങളായിട്ട്. മള്ളി അങ്ങോട്ട് പോണേ. മള്ളി നമ്മൾ ഇന്ന് പല വഴി ഇന്ന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ദിവസമല്ലേ മള്ളി. ആ മിലിറ്ററി ബേസിന്റെ ടണലിൽ എത്തൂല്ലേ, അവിടെ ഒന്ന് നിർത്തണേ എന്നെ. ഓ നിർത്താം. ഓക്കെ മള്ളി. ഓക്കെ ആ പച്ച വണ്ടി ഇത് തന്നെ. ഹലോ ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ റെഡി. നിങ്ങളോ? നീ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞ പട്ടാളത്തിൽ ചേർക്കാനാ ടി വിയിൽ എടുക്കാനല്ലേ? മള്ളി ടി വി ആണ് മലയാളി. പക്ഷെ ഇതുവരെയും ട്രെയിനിങ് കൊടുത്തവ മലയാളി നമ്മൾ മൂഞ്ചിട്ടേ ഉള്ളൂ. ഇത്തവണ മിലിറ്ററി സർട്ടിഫിക്കറ്റ് തന്നെ ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ ഇല്ല കോംപ്രമൈസ് ഒന്നും ഇല്ല മലയാളി. മള്ളി ആദ്യം ഒരു മീശ സെറ്റ് ചെയ്യണം, പിന്നെ ഞാൻ ഇട്ടിക്കുന്ന പോലത്തെ ഡ്രസ്സ്. എനിക്ക് കോമാളി വേഷം ഒന്നും കെട്ടാൻ പറ്റത്തില്ല, ഞാനിത് ഇടും. മലയാളി നടക്കില്ല, അവന്മാര് പേടിക്കില്ല. മലയാളി പേടിക്കണം. നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ഡിസിപ്ലിൻ കാട്ടി സൂക്ഷിക്കുന്ന ഈ ഒറ്റ ട്രെയിനിങ് കൊണ്ടായിരിക്കണം. എടാ എന്നെ ഈ ഡ്രസ്സിൽ കണ്ടാൽ തന്നെ അവർക്ക് പേടി വരുമല്ലേ? വാസുണല്ലേ മലയാളി അണ്ണാന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം പേടിക്കുന്നതാണ് മലയാളി. മലയാളി ഡ്രസ് ഇട്ടേ പറ്റൂ. മള്ളി വേണമെങ്കിൽ ഗണ്ണ് വെക്കണ്ട, ഡ്രസ് ഇട്ടാ മതി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സിന്റെ കോഡ് പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ഇട്ടാ മതി. 27,000 നഷ്ടം. എടാ നമ്മളൊരു ട്രെയിനിങ്ങിന് വേണ്ടിട്ട് നീ ഇങ്ങനത്തെ പൈസയുടെ കണക്കാക്കല്ലേ? അയ്യോ അല്ല മള്ളി, ഈ സാധനത്തിന് ഇത്തിരി വിലയിട്ട നഷ്ടമാണെന്നാ ഉദ്ദേശിച്ചത്. അല്ലാതെ മൊലയിലേക്ക് തരുന്നത് ഞാൻ പൈസ തരുന്നത്. ഞാൻ പറഞ്ഞുതരാം മള്ളി. ഞാൻ പറയുന്ന കോഡ് അവിടെ അടിച്ചാ മതി. യൂസ് ഇമ്പോർട്ട് ഔട്ട്ഫിറ്റ് അതാണോ? ഇമ്പോർട്ട് ഔട്ട്ഫിറ്റില്ലേ? ഇമ്പോർട്ട് ഔട്ട്ഫിറ്റ് വിയർ. ഒറ്റ മിനിറ്റ് കണ്ടപ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ തോന്നി. പേരാരും പിടിച്ചടിക്കാതെ കൊള്ളാം. മേജർ പരുന്തുവാസു. മള്ളിക്ക് വേണമെങ്കിൽ ഗണ്ണ് വേണമെങ്കിൽ ഊരി വെക്കാട്ടോ, വയ്യ മറത്തിട്ട്. ഓ ശരി. ഓ ഏതാ ഇപ്പൊ സെറ്റായില്ലേ? ജസ്റ്റ് ഒന്നും കൂടെ മള്ളി നമ്മൾ ഇങ്ങനെ നടന്ന എല്ലാരും സല്യൂട്ട് അടിക്കും. നമ്മളൊക്കെ ഉണ്ടാകും. ഒരു ട്രെയിൽ കാണിച്ചു തരാം മള്ളി. എന്താ സല്യൂട്ട് കിട്ടിയില്ലേ? ഒരു കറുത്ത ഗ്ലാസ് കണ്ടില്ല. ഇതാരെ പപ്പടം കൂടെ കയറിയൊന്ന് നീ പുതിയതാണോ? എന്തുവാ പപ്പടം കാണിക്കുന്നത്? പുതിയ ആൾക്കാരെന്നല്ലേ പറഞ്ഞത്? ബാബുസേട് പുതിയ ആൾക്കാരെ വിളിച്ചത്. നീ എന്താ പുതിയതാണോ? കണ്ടോണ്ട് വലിയ കയറി ഇരുന്നോളാം വണ്ടിക്കകത്ത്. പഴയ സ്നേഹം അവന്റെ. പച്ചത്തീട്ടം നിങ്ങളൊക്കെ നടന്നോ? എല്ലാത്തിനും പശ തേക്കുന്നുണ്ട്. അതിനിവിടെ പ്രസക്തിയില്ല. എല്ലാരും വരണം. അറിയില്ല. ഇതിനകത്ത് നിർത്താം. എന്തിനാ കൊണ്ടത്? അതെന്തിനാ തട്ടിയത്? മിസൈലോ? എടാ മിസൈലില് വണ്ടി ഇടിച്ച എങ്ങനെയാടാ പൊട്ടണേ? ഒരു മിനി അറ്റാക്ക് വന്നു എനിക്കോ പണ്ടാരം പിടിക്കാൻ. ശിബുദിനം ശുഭദിനം ബാബു നമ്പൂതിരി. എടാ എന്തൊരവസ്ഥയാടാ. അവര് കണ്ടു കാണോ? വീരമൃത്യു കളഞ്ഞെന്ന് 2 ജവാന്മാര്. കോൾസ് ഇത് ഞെക്കണോ?
കോൾ സിംസ് കൊടുക്കണോ അണ്ണാ? അവരുണ്ടാവണോ? No problem, Mr. Ryan. We were facing a terrorist attack. ചാടാൻ പറ്റുന്നില്ല. No problem. We were facing a terrorist attack. മൈൻ കുഴിച്ചിട്ടിരിക്കുവായിരുന്നു. അല്ല, ആരും കഴിഞ്ഞിരിപ്പില്ല. നമ്മളൊന്ന് കയറി അടിച്ച് വെളിയിലോട്ട് എടുക്കാവോ? എന്തോ മിഞ്ഞായമല ഓർമ്മ നിങ്ങളെ മൈൻ കുഴിച്ചിട്ടിരിക്കുവായിരുന്നു. എല്ലാരും സംസാരിക്കരുത്. നമുക്ക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം. ഒന്ന് മാറോ. ട്രെയിനിങ്ങിൽ വന്ന ആൾക്കാർക്ക് ഒന്ന് മാറാവോ? നിങ്ങൾ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ. ഒന്ന് പുറത്തോട്ട് ഒരു കാര്യം സംസാരിച്ചോട്ടെ. ഡിസിപ്ലിൻ. എന്നെ ഒന്ന് വലിച്ചു വെളിയിലിട്. വൈ നിലത്തിർത്ത് ആരും കാണാൻ. ഈ നീണ്ടിരിക്കുന്ന സാമാനത്തിൽ ഒരയ്ക്കാതെ പറഞ്ഞൂടെ? നിനക്ക് എടാ അപ്പുറത്തെ ഷെഡിൽ ഈ സാധനത്തിൽ തന്നെ കേറിയപ്പോഴല്ലേ ആ ശബ്ദം കേട്ടത്? തീ അണയ്ക്കാനുള്ള സിലിണ്ടർ, തീ കത്താനുള്ള വെടിക്കുറ്റി. ഇത് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് എന്നാ വാ തുറന്ന് പറയണ്ടേ ആദ്യമേ? ഞാൻ പറഞ്ഞേ അത് ഇടിച്ചു കഴിഞ്ഞിട്ടാ എന്റെ ചെവിയിൽ വന്നത്. അതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ടയറാണേ. അപ്പൊ എല്ലാവർക്കും ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെ ഇവിടെ നമ്മൾ എടുത്തത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല ഗ്യാങ്ങിലും നിങ്ങളുടെ പല ഫാമിലിയിലും നിങ്ങളുടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതാവണം, അതൊന്ന് കണ്ട് നിങ്ങളിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ മേജർ ബാബു, മേജർ അല്ല മൈനറോ എന്തായിരുന്നു? കമാൻഡർ ബാബു, ഫസ്റ്റ് കമാൻഡർ എന്ന് വെച്ച് പറഞ്ഞു. അല്ല, നമ്മളെ ട്രെയിനിങ് സെഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്നാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ 3 പേര് നമ്മൾ ഓരോരുത്തരായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ റണ്ണിങ് ടെസ്റ്റാണ്. നിങ്ങൾ ഓടിപ്പോയി അവിടെ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട്, നീല ലൈറ്റ്, അതിൽ ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ ടയറിന്റെ ഇവിടെ വന്നിട്ട് 10 പുഷപ്പ് അടിക്കണം. ഏറ്റവും ഫസ്റ്റ് ആരാണോ ചെയ്തിരിക്കുന്നത് റേഡിയോ ഡിസ്കണക്ട്. നിങ്ങൾ റേഡിയോ കയറിക്കോ. 82 എല്ലാവരും കയറിക്കോ. 82 അപ്പൊ തുടങ്ങാം. ഇവന്മാരെ കൊണ്ട് ഇന്ന് സംസാരിപ്പിക്കും ഗൈസ്. സംസാരിപ്പിക്കും. എടാ നീ എന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോ അവരുടെ കൂടെ നിക്കലെന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് നീ ടിവിയിലുള്ളതല്ലേ. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന ബാക്കി ട്രെയിനിങ് കൊടുക്കുന്ന പിള്ളേരല്ലാതെ ബാക്കി എല്ലാവരും വെളിയിൽ നിൽക്കുമല്ലോ. നീ മാത്രമല്ലേ ഉളുപ്പില്ലാതെ ഇവിടെ നിൽക്കുന്നത്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വെളിയിൽ മിലിറ്ററി ബേസിന്റെ പുറത്ത് വെക്കൂടെ വണ്ടി വല്ലതും എടുത്ത്? ഓക്കെ ഇത് കഴിഞ്ഞ ടാർഗറ്റ് ടെസ്റ്റിൽ വെച്ചിരിക്കുന്നു ഞാൻ. വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു, വെള്ളം ഫുഡ് കഴിക്കാൻ പറഞ്ഞു. കൊള്ളാല്ലേ? ഇവൻ അവിടെ ടച്ച് ചെയ്യാൻ നോക്കാം. നീ ആ പോയിന്റ് ഒന്ന് നിൽക്കാ ഓടിപ്പോയി. മതി ബാബു, മതിയല്ലേ? ടാർഗറ്റ് 2 ഉണ്ട്. നീ ഒരു കാര്യം, ഇത് ഈ പെട്ടിയുടെ അപ്പുറത്തൊരു പെട്ടി ഉണ്ട്, അതിന്റെ മണ്ടേ കയറി നിൽക്കണേ. 2 പ്രാവശ്യം അവരവിടെ തൊടുന്നുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യണേ ഒന്ന്. ഈ പെട്ടിയാ നേരെയുള്ള? ഇതിന്റെ ബാക്കിലൊരു പെട്ടിയുണ്ട്. വെടി വെക്കും. അപ്പൊ വെടി വെച്ചിട്ട് ഓടി തുടങ്ങിക്കോ. അപ്പൊ റെഡി, 1 2 3. എല്ലാത്തിനും ബുദ്ധിയുണ്ട്. ഇതാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മള്
നമ്മള് എടാ എത്രയും പെട്ടെന്ന് ഇവര് ബട്ടൺസ് ഒക്കെ എത്രയും പെട്ടെന്ന് ആ, ബട്ടൺസിലേക്ക് ഒരു Play 3 അല്ലടാ അവര് അതാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ടെസ്റ്റ് തന്നെ, മനസ്സിലായോ? കേട്ടോ അതെ ഇത് ഏലിയൻ അല്ലേ ഇത്? ഈ alien ഇട്ടേക്കുന്നവര്. തൊട്ട് ഫ്ലഫി തൊട്ട് സ്നൈപ്പ് പൊട്ടില്ല തൊട്ടിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. സ്നൈപ്പ് ബാക്കിയുള്ളവര് വെയിറ്റ് ചെയ്യണോ? ഒരുമിച്ച് വന്നിട്ടല്ല കാര്യം, ആദ്യം ആരത്തിനെന്നുള്ള കാര്യം. ഒരു 3 ഒരുമിച്ച് വരുള്ളൂട്ടോ. എന്ത് പണിയിട്ടാലും കണ്ടാ മൂന്നുപേരും ഒരുമിച്ചടാ. ലാസ്റ്റ് ഒരുത്തൻ അങ്ങോട്ട് പോയി. ഉഷപ്പ്. അരെ നിശി. 1 2 3 4 5 6 7 8 9 10. വണ്ടി തള്ളാണ് ഒരുത്തൻ. മതി. എനിക്ക് തോന്നുന്നു ആദ്യം ഫ്ലഫി സ്നൈപ്പ് അല്ല സൂപ്പർ. വണ്ടി തള്ളിയതാരാണ്? സ്നൈപ്പ്. നിക്ക്. എനിക്കൊരു ഡൗട്ട് സ്നൈപ്പ്. ആണല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഫ്ലഫി. ഫ്ലഫിയാണ്. അല്ല സ്നൈപ്പ് എന്താണ് സ്നൈപ്പ് അങ്ങോട്ട് ഓടിയത്? എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന സിറ്റുവേഷൻ. കാലിലെന്തോ കുത്തി ലെഫ്റ്റില്. ലെഫ്റ്റ് കുത്തിയാ? അങ്ങനെ വെടിയിലും ഇതിനൊന്നും ഒരു സംശയവും ഇല്ല. അവന്മാര് ബീസ്റ്റ് ആണ്. എനിക്ക് ഇവന്മാരെ സംസാരിപ്പിക്കണം. സംസാരിപ്പിക്കുന്നല്ലേ? അതെ. ഓക്കെ, അതിനാണ് നമുക്ക് ലോജിക്കൽ ടെസ്റ്റ് ഉള്ളത്. മള്ളി നമ്മളൊരു സിറ്റുവേഷൻ പറയും, അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്യണം. ഓ, അപ്പൊ നീ എന്ത് സിറ്റുവേഷനാ കൊടുക്കാൻ പോണേ? അതായത് ഗ്യാങ് വൈസ് വേണോ അതോ ലോജിക്കലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ വേണോ? ഫ്രണ്ട്ഷിപ്പ് ബേസിലാണെങ്കിൽ പപ്പുവിന്റെ ഭാര്യയുടെ കൂടെ നിക്കി ഇതിനെ കട്ടിലേക്ക് പിടിച്ചു. അപ്പോ പപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അത് ലോജിക്കലി ഹാൻഡിൽ ചെയ്ത് ഇതൊരു അഭിഹിതമല്ല, ഇത് ഒരു പാല് ഇവിടെ കൊണ്ടു കൊടുക്കാം. സംസാരിപ്പിക്കണം. പപ്പടത്തിന് പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഒരു ഭാര്യയെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം പപ്പടത്തിലുണ്ടാവും. നിക്ക് പറയായിരിക്കും ഇൻവേർട്ടർ ഒക്കെ വേണ്ടി വന്നേ. സത്യം നിക്ക്. എടാ അവൻ ഭയങ്കര സംസാരിക്കത്തില്ല അവൻ. അല്ല, 3 പേരുടെ 3 കാരണം പറയാം. പപ്പുവിന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ച് ഓക്കെ, ഓരോരുത്തരും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. എടാ വാ വന്നോ. അടുത്ത ഗ്യാങ് ബേസിൽ രണ്ടാമത് കൊടുക്കാം. നിങ്ങളെ പപ്പു നിന്നെ വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കണം കേട്ടോ. കേട്ടാ, നിനക്ക് നല്ല റോളുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അടുത്തതൊരു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്കില്ലും, അതായത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ സ്കില്ലും ഗ്യാങ് സിറ്റുവേഷൻ സ്കില്ലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ സ്കില്ലാണ്. പപ്പു ഈ സൈഡിലോട്ട് നിൽക്കേ. ഇത് നമ്മുടെ പപ്പു. ഓക്കെ, നിങ്ങൾ 3 പേരും ഇതിന് ഉത്തരം പറയണം കേട്ടോ. 3 പേരും ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞേ. ഓക്കെ. ഇത് പപ്പുവിന്റെ ടീച്ചറിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പപ്പുവിന്റെ ഭാര്യ ഒന്ന് കണ്ടേ. അവന്റെ കണ്ണിൽ വെച്ചേക്കണ നോക്കണ്ട, എന്തൊരു കാര്യം. ശരി, അതായിക്കോട്ടെ. അപ്പൊ പപ്പുവിന്റെ വീട്ടിലില്ല. ഓക്കെ, പപ്പു നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമായിട്ട് പുറത്താണ്. അപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത്, പപ്പുവിന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് നിക്കി ഇതിനെ കട്ടിലിനടിയിൽ പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയും പിടിക്കും. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പിനെയും പിടിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് പപ്പുവിനെ കൺവിൻസ് ചെയ്യണം. ഇതൊരു അവിഹിത ബന്ധമല്ല, ഇത് റാൻഡംലി. ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ പറയും പാല് കൊണ്ട് കൊടുക്കാമെന്നതാണ് നാളെ പപ്പുവിന്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിക്കിനെ പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ കൺവിൻസ് ചെയ്യുന്നത്? കൺവിൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്ലംബർ എനിക്ക് വിളിച്ചിട്ട്
അങ്ങനെ അല്ല, ഒറ്റ പറഞ്ഞു ഞങ്ങളുടെ ഒറ്റ വാക്യം പറഞ്ഞില്ലേ? നിങ്ങൾ ഒന്ന് രണ്ടുപേരോടുള്ള explain- കോൺവെർസേഷൻ കാണണ്ട. നിങ്ങൾ അതായത് രണ്ടുപേരോടുള്ള നീ അവിടെ പോയ സമയത്ത് നിന്നെ വിളിച്ചിരിക്കട്ടെ അങ്ങനത്തെ ഒരു ടോപ്പിക് മനസ്സിലായില്ല. അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ളത്.